മേലാൽ ഇനി ഇത്തരം ചേഷ്ടകൾ കാട്ടരുത്. തൻ്റെ ശബ്ദം ആദ്യമായി ഉയർന്നത് അന്നായിരുന്നു. തനിക്കുപോലും അതിശയം തോന്നി. ഏട്ടൻ്റെ വടിമുനയിൽ ഏതും അക്ഷരം പ്രതി അനുസരിച്ച് വിളറിയ മുഖത്തോടെ അടിയുടെ പാടുകളിൽ വിരലോടിച്ച് ഇനിയും തള്ളരുതേ എന്ന അപേക്ഷാഭാവത്തോടെ നിൽക്കുന്ന തനിക്കിങ്ങനെ അവൾക്കു സമീപം ശബ്ദമുയർന്നു. ശങ്കരന് അന്ന് അതിശയം തോന്നിയിരുന്നു. കാർത്യായനി കൊണ്ടുവന്ന കവർ തുറന്നു നോക്കി. അതിൽ തൂവെണ്ണയിൽ കസവ് പിടിപ്പിച്ച മുണ്ടും ഷർട്ടും. മനസ്സ് ആഹ്ലാദത്താൽ മതിമറന്നു. താൻ ഇതുവരെ തൻ്റെ പെണ്ണിനെ കണ്ടിട്ടില്ല. അവൾക്കു തന്നെ സ്നേഹിക്കാൻ കഴിയുമോ? അയാളുടെ മനസ്സിൽ ആകാംക്ഷയുടെ വിത്തുകൾ പാകി. ഏട്ടത്തിയമ്മയുടെയും ഏട്ടൻ്റെയും അനുഗ്രഹം വാങ്ങി മെല്ലെ വണ്ടിയിലേക്കു കാലെടുത്തു വെച്ചു. 10ഓളം വരുന്ന കാറുകളും 2 ബസ്സും ശങ്കരൻ്റെ വണ്ടിയെ അനുഗമിച്ചു. വധൂഗൃഹം വളരെ മനോഹരമായി അലങ്കരിച്ചിരുന്നു. ഓടിട്ട ഇരുനിലമാളിക. വരനെ കാൽ കഴുകിച്ച ശേഷം പന്തലിലേക്ക് ആനയിക്കപ്പെട്ടു. വധു നിലവിളക്കും താലവുമായി മുല്ലപ്പന്തലിലേക്ക് വന്നു. ശങ്കരൻ അതിശയത്തോടെ, അതിലേറെ ആകാംക്ഷയോടെ തൻ്റെ വധുവിനെ വീക്ഷിച്ചു. പട്ടിലും പൂവിലും പൊതിഞ്ഞ തൻ്റെ പെണ്ണിൻ്റെ മുഖം വ്യക്തമല്ല. അല്പം നാണക്കാരിയാണെന്ന് തോന്നുന്നു. അതോ നാട്യമോ? ശങ്കരന് അല്പം നിരാശ തോന്നി. എങ്കിലും താലിക്കായി തല കുനിച്ചപ്പോൾ അയാൾ കണ്ടു 1000 നിലവിളക്കു കത്തിച്ചു വെച്ച പ്രകാശം പോലെ ആ മുഖം. അയാൾ സ്വയം മറന്നു. ഈശ്വരാ, ഈ ജന്മം മുഴുവൻ സന്തോഷത്തോടെയുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശങ്കരൻ പ്രാർത്ഥനയോടെ താലി കെട്ടി വരണമാല ചാർത്തി. എല്ലാവരും പുഷ്പവർഷം പൊഴിച്ചു. തിരികെ വരുമ്പോൾ ഏട്ടത്തിയമ്മ ആരതി ഒഴിഞ്ഞ് ഇരുവരെയും അകത്തേക്ക് ആനയിച്ചു. മന്ദാകിനി വലതുകാലെടുത്തു വെച്ച് തൻ്റെ ഭർത്താവിനെ അനുഗമിച്ചു. അവൾ ഇതിനു മുമ്പ് ശങ്കരനെ കണ്ടിട്ടുണ്ട്, ഭഗവതിക്കാവിലെ ഉത്സവപ്പറമ്പിൽ വെച്ച്. ആ ശരീരഭംഗി ഒരു തവണയെ കണ്ടിരുന്നുള്ളൂ. എങ്കിലും ആ പൗരുഷം മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ സമ്മതം മൂളുകയായിരുന്നു. 5 തിരിയിട്ട നിലവിളക്കുമായി അവൾ നിശബ്ദം ഈശ്വരാനുഗ്രഹം തേടി. ആളുകളെല്ലാം ഒഴിഞ്ഞുപോയി തുടങ്ങിയിരുന്നു. മുറിയിൽ തന്നെ ഇരുത്തിയ ശേഷം ആരും ഒന്ന് എത്തി നോക്കിയതുപോലുമില്ല. മന്ദാകിനി ഓർത്തു. അവൾ ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് എത്തി നോക്കി. ശങ്കരൻ ഓടി നടന്ന് കസേരകളും മേശകളും അടുക്കി വയ്ക്കുകയാണ്. മുഷിഞ്ഞ ലുങ്കിയും അരക്കയ്യൻ ബനിയനുമാണ് വേഷം. മന്ദാകിനിക്ക് നന്നേ സങ്കടം തോന്നി. അദ്ദേഹം ഒരു കുശിനിക്കാരൻ്റെ അവസ്ഥയിൽ. തന്നോട് ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. തന്നെ ഒന്ന് അന്വേഷിച്ചതുപോലുമില്ല. ആ മുറിയിൽ മറ്റാരുടെയോ മുരടനക്കം ശ്രവിച്ച് തിരിഞ്ഞു നോക്കി. ഏട്ടൻ മനം മന്ത്രിച്ചു. എന്തേ ഒരു സങ്കടം? അതിൻ്റെ ആവശ്യമില്ല. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഒട്ടും ആലോക്യം വേണ്ട. അച്ഛന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട്, നിനക്കൊരു സങ്കടം ഉണ്ടാവില്ല എന്ന്. തുണി മാറണമെന്നുണ്ടെങ്കിൽ ഏട്ടത്തിനോട് പറഞ്ഞോള്. മന്ദാകിനി തല കുലുക്കി. അയാൾ പോയ വഴി അവൾ പാളി നോക്കി. അവളുടെ അദ്ദേഹത്തെ ഒന്ന് കാണാൻ മന്ദാകിനി കൊതിച്ചു. പക്ഷേ അടുത്ത സമയം പോയിട്ട് നേരം പാതിരയാവായപ്പോൾ പോലും ശങ്കരൻ മുറിയിലേക്ക് വന്നില്ല. അയാളുടെ കാര്യവും വളരെ കഷ്ടമായിരുന്നു.